ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് നമ്മളൊരു നാടൻ കറിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഉണക്ക് അല്ലെങ്കിൽ കരുവാടാണ് കറി വയ്ക്കുന്നത്. ഇത് സ്രാവാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് വെട്ടിയെടുക്കണം. ഓക്കെ, ചെറിയ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുക്കണം. അത് വെള്ളത്തിൽ ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഉപ്പ് കളയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 2 തക്കാളി, ഒരു സവാള, കുറച്ച് കറിവേപ്പില, പൊടികളിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ മല്ലിപ്പൊടി കുറച്ചധികം, പിന്നെ തേങ്ങ ചിരവിയത്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് ആക്കാൻ പറ്റും. ആദ്യം തന്നെ നമ്മൾ ഈ കരുവാട് അല്ലെങ്കിൽ ഈ ഉണക്ക് കുറച്ച് സമയം വെള്ളത്തിൽ ഇങ്ങനെ കുതിർത്ത് വെച്ചിട്ട് നല്ലപോലെ കൈ വെച്ച് ഇതുപോലെ തിരുമ്മി എടുത്തിട്ട് അതിൻ്റെ ഉപ്പൊക്കെ കളഞ്ഞെടുക്കണം. അപ്പോൾ ഞാൻ ഇതിവിടെ അതുപോലെ എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഉപ്പ് മാക്സിമം നമ്മൾ കളഞ്ഞെടുക്കണം. പിന്നെ ഒരു വലിയ സവാള ഞാൻ ഇതുപോലെ ജസ്റ്റ് റഫായിട്ട് വലുതായി മുറിക്കുന്നുണ്ട്. അതുപോലെ ഒരു മീഡിയം സൈസ് തക്കാളി വലുതായിട്ട് മുറിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഗ്യാസിലേക്ക് ഒരു മൺചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് ഈ മുറിച്ച കഷ്ണങ്ങളെല്ലാം നമ്മൾ മാറ്റി അതുപോലെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ഉണക്കം ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉപ്പ് ഇതിൽ തീരെ ആഡ് ചെയ്യാൻ പാടില്ല, അത് മറക്കാൻ പാടില്ല. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ട് ഇത് കുക്ക് ചെയ്യുക. അപ്പോൾ ഉപ്പ് ഓൾറെഡി ഇതിനുള്ള കാരണം നമ്മൾ എക്സ്ട്രാ ഇടാനേ പാടില്ല, അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോവും. ഇനി നമ്മൾ ഒരു ചെറിയ പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിനകത്തേക്ക് ഈ മുളക് പൊടി അതുപോലെ മല്ലിപ്പൊടി അത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഇത് നമ്മൾ അരപ്പിന് വേണ്ടി ഉപയോഗിക്കാനാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ജസ്റ്റ് ഇതൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ഇതുപോലെ ഇളക്കി നോക്കിയാൽ അതിൻ്റെ ഒരു പാകം അറിയാൻ പറ്റും. അപ്പോൾ എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, എല്ലാ ഭാഗവും ഒന്ന് കറക്റ്റായിട്ട് കുക്കാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പാരലായിട്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 1/4 മുറി തേങ്ങ ഞാൻ ചിരവി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇപ്പം നമ്മൾ ചൂടാക്കിയ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല മിനുസായിട്ട് അരച്ചെടുക്കുക, വളരെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ ഇതതിൻ്റെ അരപ്പ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം മല്ലിമുളകും ചൂടാക്കാൻ മറക്കരുത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പോഴേ അത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇച്ചിരി പുളിയും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ പിന്നെ തക്കാളി ആഡ് ചെയ്തുകൊണ്ട് വേറെ പുളിയൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇനി നമ്മൾ ജാറ് കഴുകി ആവശ്യത്തിന് അതിൻ്റെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും അടച്ചിട്ട് അരപ്പ് തിളക്കാൻ വേണ്ടി വെക്കുക. അത് നന്നായിട്ട് അരപ്പൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മണവും ഭയങ്കര ടേസ്റ്റാണ്. ഇത് ചോറിൻ്റെ ഒന്നിച്ചൊക്കെ നല്ലൊരു ടേസ്റ്റാണ്. നമുക്ക് വേറെ നോൺ വെജ് ഒന്നും ഇല്ലാത്ത ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഇതിലേക്ക് ഇനി മെയിനായിട്ട് ഒരു താളിപ്പാണ്. അതിനുവേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ. അതിലേക്ക് കടുക്, വറ്റൽമുളക്, കറിവേപ്പില നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ. പിന്നെ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് ഒരു 1/4 ഭാഗം സവാള കൊത്തി അരിഞ്ഞത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഓക്കെ, അപ്പോൾ ഒരു ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുന്നവരെ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ്. അപ്പോൾ ഡെഫിനറ്റ്ലി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്